പവർ ഇന്ററപ്ഷൻ വന്നുകൊണ്ടാണ് വീഡിയോയിൽ ഇന്ററപ്ഷൻ ഉണ്ടായത്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന ടോട്ടൽ കറണ്ടും ആ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന ടോട്ടൽ കറണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഒരു ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന ടോട്ടൽ കറണ്ടും ആ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന ടോട്ടൽ കറണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ജംഗ്ഷൻ എ ആണ്. അതെന്താന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ വ്യക്തമാക്കി തരാം. എന്താണ് എൻ്റർ ചെയ്യുന്നത്, എന്താണ് ലീവ് ചെയ്യുന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ വ്യക്തമാക്കി തരാം. ഓക്കെ, അപ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ടും ആ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, the total current leaving a junction is equal to total current entering that junction. ആ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടും എൻ്റർ ചെയ്യുന്ന കറണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ എ എന്നൊരു ജംഗ്ഷൻ ഉണ്ട്. ഓക്കെ, എ എന്നൊരു ജംഗ്ഷൻ ഉണ്ട്. ചില കറണ്ട് ഇവിടെ നിന്ന് 5 കറണ്ട് കാണിച്ചപ്പോൾ I1, I2, I3, I4, I5. ഓക്കെ, 5 കറണ്ട് ആണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ I1, സെക്കൻഡ് I2, തേർഡ് I3, ഫോർത്ത് I4, ഫിഫ്ത്ത് I5. ഓക്കെ, ഇതിൽ ചില കറണ്ട് ആ എ എന്ന പോയിന്റിലേക്ക് അല്ലെങ്കിൽ എ എന്ന ജംഗ്ഷനിലേക്ക് വരികയാണ്. അത് ഇൻകമിംഗ് ആണ്. ഓക്കെ, ചില കറണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യാണ്, ഔട്ട് ഗോയിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചില കറണ്ട് 5 കറണ്ടിൽ ചില കറണ്ട് ആ ജംഗ്ഷനിലേക്ക് ഇൻകമിംഗ് ആണ്, ചില കറണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇൻകമിംഗ് കറണ്ടിനെ പോസിറ്റീവായിട്ട് എടുക്കാം, ഔട്ട് ഗോയിങ് കറണ്ടിനെ നെഗറ്റീവായിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ എ എന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലേക്ക് ഈ ആകെയുള്ള 5 കറണ്ടിൽ ചിലത് ഇൻകമിംഗ് ആണ്, ചില കറണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് ഔട്ട് ഗോയിങ് ആണ്. ഓക്കെ, അപ്പോൾ ചില കറണ്ട് ആകെയുള്ള മൊത്തം ആകെ 5 കറണ്ട് ഉണ്ട്. അതായത് I1, I2, I3, I4, I5. ചില കറണ്ട് എ എന്ന ജംഗ്ഷനിലേക്ക് ഇൻകമിംഗ് ആണ്, ചില കറണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് ഔട്ട് ഗോയിങ് ആണ്. ഓക്കെ, ഇനി ഇൻകമിംഗ് കറണ്ടിനെ നമുക്ക് പോസിറ്റീവായിട്ടും ഔട്ട് ഗോയിങ് കറണ്ടിനെ നെഗറ്റീവായിട്ടും എടുക്കാം. ഓക്കെ, ഇൻകമിംഗ് കറണ്ടിനെ പോസിറ്റീവായിട്ട് എടുക്കാം, ഔട്ട് ഗോയിങ് കറണ്ടിനെ നെഗറ്റീവായിട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. I1, I2, I3, I4, I5. ഇനി ഇതിനകത്ത് ഏതാണ് ഇൻകമിങ്, ഏതാണ് ഔട്ട് ഗോയിങ് എന്ന് നമുക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ ആ കറണ്ടിന്റെ ആ ആരോയുടെ ഡയറക്ഷൻ നോക്കുക. ഓക്കെ, ആരോയുടെ ഡയറക്ഷൻ നോക്കുക. I1 എന്ന കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കിയാൽ അത് എ എന്ന ജംഗ്ഷനിലേക്ക് വരികയാണ്, അത് ഇൻകമിംഗ് ആണ്. ഓക്കെ, അത് ഇൻകമിംഗ് ആണ്. അപ്പോൾ ഇൻകമിംഗ് ആയിട്ടുള്ള I1 നമുക്ക് എങ്ങനെ എഴുതാം? പോസിറ്റീവായിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? പോസിറ്റീവായിട്ട് എഴുതാം. അപ്പോൾ I1 പോസിറ്റീവ് ആണ്. I1 പോസിറ്റീവ് ആണ്. പ്ലസ് I2ന്റെ ഡയറക്ഷൻ നോക്കുക. അത് ആ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുകയാണ്. I2 ആ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്ത് പോവുകയാണ്. അത് ഔട്ട് ഗോയിങ് ആണ്. ആ ജംഗ്ഷനിലേക്ക് വരികയല്ല, ആ ജംഗ്ഷനിൽ നിന്ന് ഔട്ട് ഗോയിങ് ആണ്.
അപ്പോൾ ആരോടെ ഡയറക്ഷൻ നോക്കുക, I2 എന്ന കറണ്ട് ഇൻകമിങ് അല്ല ഔട്ട് ഗോയിങ് ആണ്. ഔട്ട് ഗോയിങ് ആണെങ്കിൽ അതിന്റെ സൈൻ എന്താണ്? അത് നെഗറ്റീവായിട്ട് എടുക്കണം. ഇൻകമിങ് ആയിട്ടുള്ള കറണ്ടിനെ പോസിറ്റീവായിട്ടും ഔട്ട് ഗോയിങ് ആയിട്ടുള്ള കറണ്ടിനെ നെഗറ്റീവായിട്ടും എടുക്കണം. അപ്പോൾ I2 എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കേണ്ടി വരും. കാരണം അത് ആ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യാണ്, അത് ഔട്ട് ഗോയിങ് ആണ്. അപ്പോൾ -I2 എന്ന് എടുക്കണം. -I2 പ്ലസ് ഇനി I3 നോക്കുക. I3യുടെ ആരോടെ ഡയറക്ഷൻ നോക്കിയാലും മനസ്സിലാവും I3യും ആ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുകയാണ്. ആ ജംഗ്ഷനിലേക്ക് ഇൻകമിങ് അല്ല, വരികയല്ല, ആ ജംഗ്ഷനിൽ നിന്ന് അകന്നു പോവുകയാണ്. ആരോടെ ഡയറക്ഷൻ നോക്കുക. എ എന്ന പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ എ എന്ന ജംഗ്ഷനിൽ നിന്ന് I3യും ലീവ് ചെയ്യാണ്, ഔട്ട് ഗോയിങ് ആണ്. അപ്പോൾ I3യും മൈനസ് ആയിട്ട് എടുക്കണം. കാരണം ഔട്ട് ഗോയിങ് കറണ്ടിനെ അല്ലെങ്കിൽ ലീവ് ചെയ്യുന്ന കറണ്ടിനെ മൈനസ് ആയിട്ട് എടുക്കുക. അപ്പോൾ -I3 പ്ലസ് I4 നോക്കുക. I4ന്റെ ഡയറക്ഷൻ നോക്കുക. അത് ആ ജംഗ്ഷനിലേക്ക് ഇൻകമിങ് ആണ്, വരികയാണ്. അപ്പോൾ I4 പോസിറ്റീവ് ആയിട്ട് എടുക്കും. കാരണം I4ന്റെ ഡയറക്ഷൻ ഇൻകമിങ് ആണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ I4നെ നമുക്ക് പ്ലസ് ആയിട്ട് തന്നെ എടുക്കാം. I4 പ്ലസ് ആണ്. പ്ലസ് I5ന്റെ ഡയറക്ഷൻ നോക്കുക. അത് ആ ജംഗ്ഷനിൽ നിന്ന് അകന്നു പോവുകയാണ്, ആ ജംഗ്ഷനിലേക്ക് വരികയല്ല, അവിടുന്ന് അകന്നു പോവുകയാണ്, ലീവ് ചെയ്യുകയാണ്, ഔട്ട് ഗോയിങ് ആണ്. അപ്പോൾ I5ന്റെ ഡയറക്ഷൻ ഔട്ട് ഗോയിങ് ആയതുകൊണ്ട് -I5 എന്ന് എഴുതും. -I5. ഓക്കെ. കിർച്ചോഫ്സ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? The algebraic sum of currents meeting at a point is 0. ഒരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടിന്റെ ആകെത്തുക 0 ആയിരിക്കും. ഇവിടെ ആകെ എത്ര കറണ്ട് ഉണ്ട്? 5. അതിന്റെ ആൾജിബ്രാക് സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. Algebraic sum of currents meeting at a junction is 0. അതാണ് കിർച്ചോഫ്സ് ലോ പറയുന്നത്. ഒരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടിന്റെ ആകെത്തുക 0 ആയിരിക്കും. ഇവിടെ 5 കറണ്ട് ഉണ്ട്. അതിന്റെ ഈ 5ന്റെ ആകെത്തുക എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ 5 കറണ്ട് ഉണ്ട്. ആ 5 കറണ്ടിന്റെയും ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ പ്ലസും മൈനസും കൊടുത്തു. ഇൻകമിങ് ആണെങ്കിൽ പോസിറ്റീവും ഔട്ട് ഗോയിങ് ആണെങ്കിൽ നെഗറ്റീവ് എന്നും സൈൻ കൊടുത്തു. ഇവിടെ 2 ഇൻകമിങ് കറണ്ടേ ഉള്ളൂ. ഏതൊക്കെയാണ്? I1ഉം I4ഉം. ഓക്കെ. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? I1ന്റെയും I4ന്റെയും ആരോടെ ഡയറക്ഷൻ ആ ജംഗ്ഷനിലേക്ക് പോയിന്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകും അത് ഇൻകമിങ് ആണ്. ബാക്കി I2ന്റെ I3യുടെയും I5ന്റെയും ആരോടെ ഡയറക്ഷൻ ആ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന രീതിയിലാണ്, ഔട്ട് ഗോയിങ് രീതിയിലാണ്. അതുകൊണ്ട് I2ഉം I3യും I5ഉം നെഗറ്റീവായിട്ട് എടുത്തു. അപ്പോൾ I1ഉം I4ഉം ഇൻകമിങ് ആണ്, അത് മാത്രം പോസിറ്റീവായിട്ട് എടുത്തു. I2ഉം I3യും I5ഉം അത് ആ ജംഗ്ഷനിൽ നിന്ന് അകന്നു പോകുന്ന കറണ്ടാണ്, ലീവ് ചെയ്യുന്ന കറണ്ടാണ്, ഔട്ട് ഗോയിങ് കറണ്ടാണ്. അതിനെ നമ്മൾ നെഗറ്റീവായിട്ട് എടുത്തു. I2, I3, I5 നെഗറ്റീവായിട്ട് എടുത്തു. ഓക്കെ. സോ I1 മൈനസ് I2 മൈനസ് I3 പ്ലസ് I4 minus I5 is equal to 0. Okay, 0.
ഇനി നമുക്ക് ഈ നെഗറ്റീവ് ആയിട്ടുള്ള കറണ്ടിനെ നമുക്ക് ഈക്വൽ ടു സൈന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്ത് കിട്ടും? I1 പ്ലസ് I4 ഈസ് ഇക്വൽ ടു മൈനസ് ആയിട്ടുള്ള I2നെയും I3നെയും I5നെയും ഈക്വൽ ടു സൈന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പ്ലസ് ആവും. I2 പ്ലസ് I3 പ്ലസ് I5. ഓക്കെ. ഇനി I1 I4 എന്താണ്? ഇൻകമിംഗ് കറണ്ട് ആണ്. ഇൻകമിംഗ് കറണ്ട് ആണ്. I2 I3 I4 ഈ I2 I3 I5 എന്ന് പറയുന്ന ഔട്ട് ഗോയിങ് കറണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മൈനസ് സൈൻ കൊടുത്തത്. അത് ലീവ് ചെയ്യുന്ന കറണ്ട് ആണ്. അപ്പോൾ ഇൻകമിംഗ് കറണ്ട് ഈസ് ഇക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. ഔട്ട് ഗോയിങ് കറണ്ട് അപ്പോൾ I1ഉം I4ഉം ഇൻകമിംഗ് ആണ്. I2ഉം I3ഉം I5ഉം ഔട്ട് ഗോയിങ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം സം ഓഫ് ഇൻകമിംഗ് കറണ്ട് ഈസ് ഇക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട്. ഇൻകമിംഗ് കറണ്ടിന്റെ സമ്മും ഔട്ട് ഗോയിങ് കറണ്ടിന്റെ സമ്മും ഈക്വൽ ആണ്. ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന, അതായത് ഇൻകമിംഗ് കറണ്ടിന്റെ സമ്മും ഒരു ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന ഔട്ട് ഗോയിങ് കറണ്ടിന്റെ സമ്മും തുല്യമായിരിക്കും. ഇവിടെ ജംഗ്ഷനിലേക്ക് വരുന്നത്, അതായത് ഇൻകമിംഗ് കറണ്ട് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്, I1ഉം I4ഉം. അതിന്റെ സം എന്ന് പറയുന്നത് I1 പ്ലസ് I4 ആണ്. ഇനി ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള കറണ്ട് മൂന്നെണ്ണമാണ്, I2 I3 I5. അതിന്റെ സം എന്ന് പറയുന്നത് I2 പ്ലസ് I3 പ്ലസ് I5 ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇൻകമിംഗ് കറണ്ടിന്റെ സമ്മും ഔട്ട് ഗോയിങ് കറണ്ടിന്റെ സമ്മും ഈക്വൽ ആണ്. കിർച്ചോഫ്സ് കറണ്ട് ലോ പറയുന്നതാണ് സം ഓഫ് ഇൻകമിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട്. സം ഓഫ് ഇൻകമിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട്. ഇനി നിങ്ങള് ഈ ഇക്വേഷൻ ആണ് നമ്മൾ ആദ്യമായിട്ട് എഴുതിയത്. കിർച്ചോഫ്സ് കറണ്ട് ലോ പറയുന്നത് in any electrical network the algebraic sum of current meeting at a junction is 0. ഏതൊരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് എടുത്താലും ഒരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടിന്റെ ആകെത്തുക എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എങ്ങനെ ചുരുക്കി എഴുതാം? Algebraic sum of sigma I is equal to 0 എന്ന് പറഞ്ഞാൽ algebraic sum of current meeting at any junction is 0. ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിൽ ഏതൊരു ജംഗ്ഷനിൽ, ഇവിടുത്തെ ജംഗ്ഷനെ ഏതൊരു ജംഗ്ഷനിലും മീറ്റ് ചെയ്യുന്ന കറണ്ടിന്റെ ആകെത്തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. കിർച്ചോഫ്സ് കറണ്ട് ലോ പ്രകാരം അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻകമിംഗ് കറണ്ട് ഈസ് ഇക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. അതായത് സം ഓഫ് ഇൻകമിംഗ് കറണ്ട് ഈസ് ഇക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട്. അതേപോലെ സിഗ്മ ഐ ഈസ് ഇക്വൽ ടു 0. അതായത് algebraic sum of currents meeting at a junction is 0. ഒരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടിന്റെ ആകെത്തുക 0 ആണ്. ഇൻകമിംഗ് കറണ്ടിന്റെ ആകെത്തുകയും ഔട്ട് ഗോയിങ് കറണ്ടിന്റെ ആകെത്തുകയും തുല്യമായിരിക്കും. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കറണ്ട് ലോ എന്ന് പഠിച്ചത്. ഒരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടിന്റെ ആകെത്തുക 0 ആയിരിക്കും. അപ്പോൾ കിർച്ചോഫ്സ് കറണ്ട് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് പറയേണ്ടത്? ഇൻ എനി ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക്, ഏതൊരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിലായാലും the algebraic sum of currents meeting at a junction is 0.
അതായത് സിഗ്മ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ദ algebraic sum of currents meeting at a junction is 0. ഒരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടിന്റെ ആകെത്തുക 0 ആണ്. രണ്ടാമത് നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? ഒരു ജംഗ്ഷനിലെ ഇൻകമിംഗ് കറണ്ടിന്റെ ആകെത്തുകയും ഔട്ട് ഗോയിങ് കറണ്ടിന്റെ ആകെത്തുകയും തുല്യമായിരിക്കും. ഇൻകമിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്, അതായത് സം ഓഫ് ഇൻകമിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട്. ഇവിടെ ആരോ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഡയറക്ഷൻ നോക്കുമ്പോൾ രണ്ടേ ഉള്ളു ഇൻകമിംഗ് കറണ്ട്, I1 ഉം I4 ഉം. ഓക്കെ, ആരോടെ ഡയറക്ഷൻ ഇൻവേർഡ് ആണ്. ഓക്കെ, ഉള്ളിലേക്കാണ്. അതുകൊണ്ട് അതിനെ ഇൻകമിംഗ് കറണ്ട് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഇൻകമിംഗ് കറണ്ടിന്റെ സം എത്രയാണ്? I1 പ്ലസ് I4. ഇനി I2ന്റെ I3യുടെ I5ന്റെ പ്രത്യേകത എന്താണ്? ആരുടെ ഡയറക്ഷൻ ഔട്ട്വേർഡ് ആണ്, പുറത്തേക്കാണ്. അപ്പോൾ അതെന്താണ്? ആ ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ്, ഔട്ട് ഗോയിങ് കറണ്ട് ആണ്. അപ്പോൾ അതിന്റെ സം എന്ന് പറയുമ്പോൾ I2 പ്ലസ് I3 പ്ലസ് I5 ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഇൻകമിംഗ് കറണ്ട്, അതായത് I1 പ്ലസ് I4 ഈസ് ഈക്വൽ ടു I2 പ്ലസ് I3 പ്ലസ് I5. അപ്പോൾ ഇൻകമിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്, സിഗ്മ ഈസ് ഈക്വൽ ടു 0. ഇതാണ് കിർച്ചോഫ്സ് കറണ്ട് ലോയുടെ പ്രത്യേകത. അതായത് in any electrical network the algebraic sum of currents meeting at any junction is 0. ഓക്കെ, ഒരു പ്രത്യേക ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടിന്റെ ആകെത്തുക എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇൻകമിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഔട്ട് ഗോയിങ് കറണ്ടിന്റെ തുല്യമായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇത് 2 പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. കാരണം ലെങ്തി ആയാൽ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മാത്രവുമല്ല ഇടയ്ക്ക് പവർ ഇന്ററപ്ഷൻ ഉണ്ടായി. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.